നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് സുരക്ഷ ഉറപ്പാക്കാൻ പോലും കഴിയാത്ത വിധം അമേരിക്കൻ സിസ്റ്റം എത്രത്തോളം ദുർബലമാണ് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. 220 ദശലക്ഷം അമേരിക്കൻ വോട്ടർമാരുടെ വിവരങ്ങൾ ചൈന ചോർത്തിയെന്നും ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് ട്രംപിന്റെ പുതിയ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളിലൂടെ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ മുഖമാണ് ലോകത്തിനു മുന്നിൽ വ്യക്തമായത്. അമേരിക്കൻ വോട്ടർമാരുടെ വിവരങ്ങൾ ചൈന അനധികൃതമായി കൈക്കലാക്കി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ ഈ വോട്ടർ വിവരങ്ങളിൽ ഭൂരിഭാഗവും അമേരിക്കൻ നിയമപ്രകാരം ആർക്കും പണം നൽകി വാങ്ങാവുന്നതോ പരസ്യമായി ലഭ്യമായതോ ആയ ഡാറ്റയാണ്. സ്വന്തം ജനങ്ങളുടെ വിവരങ്ങൾ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട അമേരിക്കൻ സംവിധാനം ആ ഡാറ്റ ആരെങ്കിലും വിശകലനം ചെയ്താൽ അതെങ്ങനെ ചൈനീസ് അധിനിവേശമെന്ന് വിളിച്ച് ഭീതി പടർത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും അമേരിക്കയിലെ ആഭ്യന്തര തർക്കങ്ങൾക്കും രാഷ്ട്രീയ ചേരിതിരിവുകളും മൂർച്ഛിക്കുമ്പോഴെല്ലാം ജനശ്രദ്ധ തിരിക്കാൻ ചൈനയെ പ്രതിക്കൂട്ടിലാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ട്രംപ് പയറ്റുന്നത്. എന്തായാലും ട്രംപ് ആരോപിക്കുന്നത് പോലെ ഇത്രയും വലിയ ഡാറ്റ ചോർന്നിട്ടുണ്ട് എങ്കിൽ അത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ സുരക്ഷാ സംവിധാനങ്ങളുടെയും ചരിത്രപരമായ പരാജയം. അതിനപ്പുറം എന്തു പറയാനാകും? തങ്ങളുടെ പരാജയം സമ്മതിക്കുന്നതിന് പകരം ഡീപ് സ്റ്റേറ്റ് ഘടകങ്ങൾ തങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി അമേരിക്കൻ നേതാക്കൾ രംഗത്തെത്തുന്നുണ്ട്. ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ ജീർണതയാണ് ഇതിനെ വ്യക്തമാക്കുന്നത്. എന്തായാലും സാങ്കേതിക വിദ്യയിലും വികസനത്തിലും ചൈന ലോകത്തിന് മുന്നിൽ വൻ കുതിപ്പ് നടത്തുമ്പോൾ അമേരിക്ക ഇപ്പോഴും പണ്ടെങ്ങോ കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് തട്ടിപ്പ് കഥകളിലും പരസ്പരമുള്ള ആരോപണങ്ങളിലും തളച്ചിട്ടിരിക്കപ്പെടുകയാണ്. സ്വന്തം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകൾക്ക് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അതിന് പരിഹാരം കാണുന്നതിനു പകരം ചൈനയ്ക്കു നേരെ വിരൽ ചൂണ്ടാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇത് അമേരിക്ക നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ ലക്ഷണം കൂടിയാണ്. 2020 തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി നടന്നു എന്ന് കാണിച്ച് ട്രംപും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും നൽകിയ 60-ലധികം കേസുകൾ അമേരിക്കൻ കോടതികൾ തന്നെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. സ്വന്തം രാജ്യത്തെ അന്വേഷണ ഏജൻസികളും കോടതികൾ പോലും തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചൈനയെ കുറ്റപ്പെടുത്തുന്ന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള തികച്ചും തരം താണൊരു ശ്രമം മാത്രമായി ഇതിനെ കാണാൻ സാധിക്കും. അമേരിക്കയുടെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോട് വളരെ കൃത്യവും അന്തസ്സുറ്റതുമായ മറുപടിയാണ് ചൈന എപ്പോഴും നൽകിയിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത നയമാണ് ചൈനയ്ക്ക് എപ്പോഴും ഉള്ളതെന്നും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എന്നത് അവരുടെ ആഭ്യന്തര കാര്യം മാത്രമാണെന്നും ചൈനീസ് വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആഗോളതലത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം എങ്ങനെ പെരുമാറണമെന്നാണ് ചൈനയുടെ ഈ നിലപാട് കാണിക്കുന്നത്. അമേരിക്ക ഒരു വശത്ത് ചൈനയെ ഭയപ്പെടുത്തുകയും അവരുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്താകട്ടെ ചൈന തങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. സൈബർ മേഖലയിലും പ്രതിരോധ രംഗത്തും ചൈന കൈവരിച്ച നേട്ടങ്ങളെ നേരിടാൻ കഴിയാത്തതിന്റെ നിരാശയാണ് അമേരിക്കൻ ഭരണാധികാരികളുടെ വാക്കുകളിൽ നെല്ലിക്കുന്നത്. ഭാവിയിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ അമേരിക്ക ഒരുങ്ങുമ്പോൾ സ്വന്തം പരാജയങ്ങൾക്കും വീഴ്ചകൾക്കും ചൈന പഴിചാരുന്ന ഈ രീതി തുടരുന്നത് രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന ഭയമാണ് അമേരിക്കയെ കൊണ്ട് ഇത്തരം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ചുരുക്കത്തിൽ അമേരിക്കൻ വോട്ടർ ഡാറ്റ ചോർന്നു എന്ന് ആക്രോശിക്കുന്നതിലൂടെ ട്രംപ് യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് തങ്ങളുടെ തന്നെ സുരക്ഷാ ശൂന്യതയാണ്.